നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്കിൽവേ എഡ്യൂക്കേഷൻ കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സ്കിൽവേ എഡ്യൂക്കേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സംഘം മിനി ഹാളിൽ സ്കിൽവേ ഡയറക്ടർ VK നിസാം അധ്യക്ഷത വഹിച്ച പ്രോഗ്രാം സബ് കളക്ടർ ദിലീപ് കൈനിക്കര IAS ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ഏത് പ്രതിസന്ധികളിലും തൊഴിൽ നഷ്ടപ്പെടാതെ നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ് ആരോഗ്യ മേഖല എന്നതിനാൽ കൂടുതൽ പഠിക്കാനും ജോലിയിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ നന്ദൻ മാസ്റ്റർ, വ്യാപാരി സമിതി സെക്രട്ടറി ജാഫർ KK, HR ആൻഡ് പ്ലേസ്മെന്റ് മാനേജർ സ്നേഹ രാജ്, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർമാരായ അനുശ്രീ P, ഹസ്ന K, സ്വീറ്റി സോണി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തിരൂർ സെന്റർ അക്കാദമിക് ഹെഡ് സ്നീഷ M സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെഡിടെക് അക്കാദമി ഡയറക്ടർ നിഷ PA നന്ദിയും പ്രകാശിപ്പിച്ചു. സ്നേഹ A, സുമയ്യ K, അഖില CP തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. Lifepath is returns the effort of their entire academic endeavor and it's steeped with a sense of achievement and fulfillment, and most importantly it makes them work harder to build a successful career. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സബ് കളക്ടർ ദിലീപ് കൈനിക്കര സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കിൽവേ പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ നിസാം സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, നമ്മുടെ കുട്ടികളുടെ ഈ പ്രോഗ്രാം കാണാനെത്തിയ നമ്മുടെ രക്ഷിതാക്കളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ നിസാം സാറെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 2020 സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ബാച്ച് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഏകദേശം അതിൻ്റെ 9ാമത്തെ 8ാമത്തെ ബാച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. ഒരു പുതിയ മേഖല കണ്ടെത്തി ആ മേഖലയിലേക്ക് ആൾക്കാരെ ഏതൊരു കാലഘട്ടത്തിനും അനുയോജ്യമായ കൂടുതൽ തൊഴിലവസരങ്ങളുള്ള മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിലേക്ക് വേണ്ട പ്രാവീണ്യമുള്ളവരെ നൈപുണ്യ വികസനത്തിലൂടെ കണ്ടെടുത്ത് അവർക്കൊരു ജീവിത ഉപാധി നൽകുക എന്ന ഒരു ലക്ഷ്യത്തിലാണ് സ്കിൽവേ എഡ്യൂക്കേഷൻ എന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും മുന്നേറിയിട്ടുള്ളത്. 2007 ആരംഭിച്ച് ഇന്ന് ഏകദേശം 17 വർഷത്തോളമായി കേരളത്തിൻ്റെ 7 സ്ഥലങ്ങളിൽ ഇന്ന് നമുക്ക് സ്കിൽവേ ഈ സ്ഥാപനം പടർന്നു വന്നിരിച്ചിട്ടുണ്ട്. ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികൾ ഫയർ ആൻഡ് സേഫ്റ്റി, ലിഫ്റ്റ് ടെക്നോളജി വിഭാഗങ്ങളിലായിരുന്നു പഠിച്ചിറങ്ങിയിട്ട് വളരെ നല്ല വലിയ നിലകളിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ ശമ്പളം വാങ്ങുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ ഒരു വർഷത്തെ 2 വർഷം +2 കഴിഞ്ഞ് ഒരു വർഷത്തെ ഫയർ ആൻഡ് സേഫ്റ്റി കഴിഞ്ഞ് വലിയ ഉയർന്ന ശമ്പളത്തിൽ അഡ്നോക്കും അതുപോലുള്ള അമേരിക്കൻ ഓയിൽ കമ്പനികളിലും ജോലി ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് വലിയ ചാരിതാർത്ഥ്യമാണ്. ഇന്ന് നമ്മുടെ ഈ ഏരിയയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള പല പ്രമുഖ ഹോസ്പിറ്റലുകളും നമ്മളിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നുണ്ട്. ലിസി ഹോസ്പിറ്റൽ എറണാകുളത്തും അതുപോലെ ആസ്റ്റർ മെഡിസിറ്റി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേര്. സ്കിൽവേ എഡ്യൂക്കേഷൻ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കോഴ്സ് വാർത്തെടുത്ത് അതിൻ്റെ സിലബസ് ഉണ്ടാക്കി അത് സമർപ്പിച്ച് TUV പോലുള്ള ഒരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയ തന്നെ സർട്ടിഫിക്കേഷൻ ഏജൻസിയായ TUVയുടെ സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞതിന് നമുക്ക് ഏറ്റവും വലിയൊരു വലിയ നേട്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പല കോളേജുകളും ശ്രമിച്ചിട്ടും അവരുടെ സിലബസുകളൊന്നും അവർ അംഗീകരിക്കാതെ സ്കിൽവേ എഡ്യൂക്കേഷൻ സിലബസ് മാത്രമാണ് അവർ അംഗീകരിച്ചത്. അതെല്ലാം നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. ആ ഒരു സിലബസ് കൊണ്ട് തന്നെയാണ് ഇന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യാനും പ്രാപ്തരായിട്ടുള്ളത്. ഇന്നിവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് എല്ലാ വർഷവും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ട് ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ അടുക്കള അലമാറയിൽ വെക്കാനുള്ളതല്ല, ഭദ്രമായി ഇവിടെ സൂക്ഷിക്കാൻ വേണ്ടി തന്നതുമല്ല ഈ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ എന്തിനാണോ ഈ കോഴ്സ് പഠിച്ചത്, ഒരു ജോലിയാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ആ ജോലി ചെയ്തിട്ട് തന്നെ നിങ്ങളതിൻ്റെ ആ സർട്ടിഫിക്കറ്റിനുള്ള വില നിങ്ങളുണ്ടാക്കാം. ബഹുമാനപ്പെട്ട ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്താണെന്ന് കണ്ടെത്തി അതിൽ നിങ്ങളെ സജ്ജരാക്കുവാനും ഒരു തൊഴിൽ മേഖലയ്ക്ക് 2025 തൊഴിൽ മേഖലയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ തന്നെ ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷനും ട്രെയിനിങ്ങും നൽകുവാനുമൊക്കെ മുൻകൈ എടുക്കുന്ന
പ്രിയപ്പെട്ട സ്കിൽവേ ഡയറക്ടേഴ്സിനും സ്ഥാപനത്തിനും അധ്യാപകർക്കും ഒക്കെ ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ഇതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കേണ്ട കാര്യമല്ല. സോ ആ ഒരു രീതിയിൽ ഇന്നത്തെ ഈ ഒരു കോൺവൊക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പീക്ക് മൊമെൻ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഉത്തരവാദിത്വമാണെന്ന് കൂടിയാണ് എനിക്ക് പറയുവാനുള്ളത്. ബഹുമാനപ്പെട്ട ഡയറക്ടർ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ സ്കില്ലുകൾ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും ഇതുപോലെ ഒരു പ്രൊഫഷണലായിട്ടുള്ള സ്കില്ലുകൾ, കൃത്യമായി തൊഴിൽ മേഖലയിൽ ആവശ്യമായ സ്കില്ലുകൾ നിങ്ങൾ ആർജിക്കുന്നത്, അതിനാവശ്യമായ എഫേർട്ട് ഇട്ട് അതിനാവശ്യമായ വിവിധ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വഴി നിങ്ങളിത് ആർജിച്ചെടുക്കുന്നത് വെറുതെ പോകുവാനല്ല, വലിയൊരു കരിയർ കെട്ടിപ്പടുക്കുവാനാണ് എന്നൊരു ബോധ്യത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമ്മൾ പലപ്പോഴും കാണുന്നൊരു സംഗതിയാണ്, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികളുടെ ഇടയിൽ നമ്മൾ കാണുന്നൊരു സംഗതിയാണ്. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ എന്ത് സൂചിക എടുത്താലും 10ാം ക്ലാസ്സിൽ കൂടുതൽ A+ വാങ്ങുന്നത്, +2 കൂടുതൽ A+ വാങ്ങുന്നത്, ഡിഗ്രിയിൽ നല്ല റാങ്കുകൾ വാങ്ങുന്നത് ഒക്കെയും ഭൂരിപക്ഷം പെൺകുട്ടികളാണ് നമുക്ക് കാണുവാൻ സാധിക്കും. സമൂഹത്തിൽ 50% ഉള്ള പെൺകുട്ടികൾ ഈ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ 75-80% പെൺകുട്ടികളാണ്. നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, MG യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റുകളൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വലിയ അളവിൽ പെൺകുട്ടികളാണ് അവിടെയൊക്കെ വിജയങ്ങൾ നേടുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഈ സർട്ടിഫിക്കേഷനും വിജയങ്ങളും ഒക്കെ കഴിഞ്ഞ് തൊഴിൽ മേഖലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ആ നിറസാന്നിധ്യമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന പെൺകുട്ടികൾക്ക് തൊഴിൽ മേഖലയിൽ ആ ഒരു വിജയം ആവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം അല്ലേ. അവരിൽ പലരും അപ്രത്യക്ഷരാകുന്ന, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ നന്നായിട്ട് ഫ്രെയിം ചെയ്ത് വീട്ടിലേക്ക് വെക്കുകയും അതിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്ന രീതിയിൽ തൊഴിൽ മേഖലയിലേക്ക് കാലെടുത്ത് വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം പഴയ അത്ര രൂക്ഷമല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഇന്നിപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതൊരു അവസാനമാവരുത്. തുടർന്നും നിങ്ങൾ പഠിച്ച് നല്ല ഉയരത്തിലെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും സമൂഹത്തിലും ഉന്നതിയിലെത്തി എല്ലാവിധ മേഖലകളിലും നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് നല്ല രൂപത്തിൽ എത്തിപ്പെടാൻ എല്ലാവരും ശ്രമിക്കണമെന്നും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമുക്കെല്ലാവർക്കും ഉണ്ട്. അതെല്ലാം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നും ആശംസിച്ചുകൊണ്ട്, അസാധ്യമായി ഒന്നുമില്ല, നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന വചനം നമുക്ക് ഈ അവസരത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ആ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അത് യാഥാർത്ഥ്യവൽക്കരിക്കാൻ പല അവസരങ്ങളും നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വരുമാനം കുറവായിരിക്കാം. ആ വരുമാനത്തിനുപരിയായി നമുക്ക് ലഭിക്കുന്ന പരിചയവും അതോടൊപ്പമുള്ള കഴിവുകളുമാണ് നമ്മുടെ മറ്റു ജോലിയിലേക്ക് പ്രാവീണ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു ചേമ്പിൻ്റെ ഇലയിൽ വെള്ളത്തുള്ളി എന്നാൽ എത്രത്തോളം തിളങ്ങാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് ആ ജോലി സ്ഥലത്ത് നന്നായിട്ട് തിളങ്ങാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്. മീഡിയ ന്യൂസ്, തിരൂർ.